മഹാരാഷ്ട്രയിൽ അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും ബി.ജെ.പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യവും ഉജ്ജ്വല വിജയമാണ് സ്വന്തമാക്കിയത്. ആകെയുള്ള 29 കോർപ്പറേഷനിൽ 25ലും ബി.ജെ.പി സഖ്യം ഭരണം പിടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. കോൺഗ്രസിനെ സംബന്ധിച്ച് കേവലം ഒരു കോർപ്പറേഷനിൽ മാത്രമാണ് അവർക്ക് വ്യക്തമായ മേധാവിത്വം നേടാനായത്. അത് ലാത്തൂരാണ്. ലാത്തൂരിലാകെയുള്ള 70 കോർപ്പറേഷൻ സീറ്റുകളിൽ ഏതാണ്ട് 43ലും വിജയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ഭരണം പിടിച്ചത്. പിന്നീട് ഭിവണ്ടി കോർപ്പറേഷനിൽ കോൺഗ്രസ് സഖ്യം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. എന്നാൽ അവിടെ കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. അവിടെ മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ കോൺഗ്രസ് സഖ്യം അധികാരം പിടിച്ച ഒരു സുപ്രധാന വാർത്തയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ബി.ജെ.പി രാജ്യത്താകമാനം അവർക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത നിയമസഭകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലോ എവിടെയാണെങ്കിലും മറുപക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ജനപ്രതിനിധികളെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് അവിടെ ഭരണം അട്ടിമറിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അത് പല നിയമസഭകളിലും, പല സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ ഉൾപ്പെടെ, ഗോവ, ഒപ്പം തന്നെ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ എങ്ങനെയാണ് ബി.ജെ.പി ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന ബി.ജെ.പി അരുണാചലിലൊക്കെ എങ്ങനെയാണ് ഭരണത്തിലെത്തിയതെന്നുള്ളത് നമുക്ക് മുന്നിലുള്ള കാഴ്ചയാണ്. അപ്പോൾ അത്തരത്തിൽ എതിർ പാർട്ടികളിലെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ജനപ്രതിനിധികളെ ചാക്കിട്ട് പിടിച്ച് വിലയ്ക്ക് വാങ്ങി ഭരണം അട്ടിമറിക്കുന്ന ബി.ജെ.പിക്ക് മഹാരാഷ്ട്രയിലെ ഭിവണ്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 90 സീറ്റുകളിൽ, ഭിവണ്ടിയിൽ ആകെ 90 സീറ്റുകളാണുള്ളത്. ആ 90 സീറ്റുകളിൽ 30 സീറ്റ് നേടി കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ശരത് പവാർ NCP വിഭാഗത്തിന് 12 സീറ്റുകൾ ലഭിച്ചു. ബി.ജെ.പിക്ക് 22 സീറ്റുകൾ, അവർക്കൊപ്പമുള്ള ശിവസേന വിഭാഗത്തിന് 12 സീറ്റുകൾ ലഭിച്ചു. പിന്നീടുള്ള സമാജ്വാദി പാർട്ടിക്ക് 6 സീറ്റ്, ഒപ്പം തന്നെ അവിടുത്തെ ഭിവണ്ടി വികാസ് അഘാഡിക്ക് 3 സീറ്റുകൾ ലഭിച്ചു. മറ്റൊരു പ്രാദേശിക പാർട്ടിക്ക് 7 സീറ്റുകൾ, 3 സീറ്റുകളിൽ 4 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അവിടെ ബി.ജെ.പിയുടെ കക്ഷികളെയൊക്കെ തന്നെ ചേർത്താൽ ബി.ജെ.പിക്ക് 22 ഉണ്ട്, ഒപ്പം തന്നെ സഖ്യകക്ഷിയെ ശിവസേനയ്ക്ക് 12 ഉണ്ട്, 34 ആകും. അത് പിന്നീട് ഈ പറയുന്ന ചെറിയ 2 കക്ഷികൾ കൂടി ചേർന്നാൽ 7 ആകും. അങ്ങനെ 41-42 സീറ്റുകൾ ഉറപ്പിക്കാം. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ കിട്ടുമോ എന്നറിയില്ല. എങ്കിൽ പോലും അവരവിടെ ഭരണം പിടിക്കാനുള്ള ശ്രമം നടത്തി. കോൺഗ്രസിലെ ഉൾപ്പെടെ ഏതെങ്കിലുമൊക്കെ തന്നെ കോർപ്പറേറ്റേഴ്സിനെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന, കൗൺസിലർമാരെ കൊണ്ടുവന്ന ഭരണം പിടിക്കാനുള്ള നീക്കമാണ് ബി.ജെ.പി നടത്തിയത്. അവര് മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവരുടെ നാരായൺ ചൗധരിയെ ആദ്യം തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഉറപ്പും കൊടുത്തിരുന്നു മേയർ സ്ഥാനം നൽകാമെന്ന്. എന്നാൽ പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവര് അതിൽ നിന്നും പിന്മാറുന്ന ഒരു കാഴ്ച കണ്ടു. സ്മിത പാട്ടീൽ എന്ന് പറയുന്ന അവരുടെ ഒരു വനിതാ കൗൺസിലർക്ക് മേയർ പദവി നൽകാനുള്ള ഒരു തീരുമാനം ബി.ജെ.പി എടുത്തു. ഇതിൽ നാരായൺ ചൗധരിക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായി. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഏതാണ്ട് 9 കൗൺസിലർമാരും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയോട് ഇടയുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. അത് മനസ്സിലാക്കിയ കോൺഗ്രസ് അവിടെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി. കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ PCC അധ്യക്ഷനായിട്ടുള്ള ഹർഷവർദ്ധൻ, അദ്ദേഹം ഈ നാരായൺ ചൗധരിയുമായിട്ട് ചർച്ച നടത്തുകയും ആ ചൗധരി ഉൾപ്പെടെയുള്ള 9 കൗൺസിലർമാരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ച് 30 സീറ്റുകളുണ്ട്, ഒപ്പമുള്ള NCP ശരത് പവാർ വിഭാഗത്തിന് 12 സീറ്റുകളുണ്ട്. അങ്ങനെ 42 സീറ്റുകളുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 46 സീറ്റുകളാണ് വേണ്ടത്. ഒരു 4 സീറ്റുകളുടെ ഒരു കുറവാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഭൂരിപക്ഷം തികയ്ക്കാൻ 4 സീറ്റുകളുടെ കുറവ് ഉണ്ടായിരിക്കെയാണ് ബി.ജെ.പി ഞെട്ടിച്ചുകൊണ്ട് നാരായൺ ചൗധരിയുടെ നേതൃത്വത്തിലുള്ള 9 കൗൺസിലർമാർ കോൺഗ്രസ് സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അവിടെ സെക്യുലർ ഫ്രണ്ട് എന്ന നിലയിലാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും ഒക്കെ തന്നെ ഒരു മുന്നണി രൂപീകരിച്ചത്. അങ്ങനെയുള്ള സെക്യുലർ ഫ്രണ്ടിന് ഈ നാരായൺ ചൗധരി പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ കോൺഗ്രസ് ഈ നാരായണൻ ചൗധരിയെ തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. കോൺഗ്രസിൽ നിന്നുള്ള മറ്റൊരു മുസ്ലിം നേതാവിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ടും പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി നാരായൺ ചൗധരി മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഭിവണ്ടിയിൽ കോൺഗ്രസ് ബി.ജെ.പിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഭരണം പിടിക്കുന്ന ഒരു മികച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബി.ജെ.പി അവിടെ ഒരു കുതിര കച്ചവടത്തിനുള്ള നീക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പാളയത്തിൽ നിന്ന് തന്നെ വലിയൊരു പടയുണ്ടായി.
സ്വന്തം പാളയത്തിൽ തന്നെ വലിയൊരു അട്ടിമറി ഉണ്ടായി. അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടത് 9 കൗൺസിലർമാരാണ് നാരായൺ ചൗധരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന് അങ്ങനെ എന്തായാലും ലാത്തൂരിന് പിന്നാലെ മറ്റൊരു കോർപ്പറേഷനിൽ കൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ മഹാരാഷ്ട്രയിൽ കാണാൻ കഴിയുന്നത്. അത് BJPയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുദ്ധ സഖ്യം മികച്ച വിജയം നേടിക്കൊണ്ടാണ് അവിടെ ഭരണത്തിലേറിയിരിക്കുന്നത്. 288 അംഗ നിയമസഭയിൽ 240-ലധികം സീറ്റുകളാണ് BJP സ്വന്തമാക്കിയത്. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നോക്കുകയാണെങ്കിലും BJP വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കോർപ്പറേഷനുകളിലൊക്കെ തന്നെ മികച്ച വിജയം നേടി. എന്നാൽ അവിടെ ഭിവണ്ടി പോലെ ഒരു കോർപ്പറേഷനിൽ കോൺഗ്രസിന് മുന്നിൽ BJPക്ക് അടിയറവ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഏറെ നിർണായകം. അത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ BJPക്ക് പണികെട്ടി. സാധാരണ BJP മറ്റു പാർട്ടികളെ പിളർത്തി ഭരണം കൈപ്പിടിയിലാക്കുന്ന തങ്ങളുടെ ആ ഒരു പണി അത് അവർക്കിപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അസംതൃപ്തരെ മറ്റു പാർട്ടികളിൽ നിന്നും സ്വന്തമാക്കിക്കൊണ്ട് ഭരണം പിടിക്കാൻ നോക്കുന്ന BJPക്ക് സ്വന്തം പാളയത്തിലെ അസംതൃപ്തർ മൂലം ഭരണം നഷ്ടപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസ് അവിടെ മികച്ച രീതിയിൽ ഒരു പ്രകടനം നടത്തി. പ്രത്യേകിച്ചും സാഹചര്യത്തിനനുസരിച്ച് കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ അവിടെ ഇടപെടൽ നടത്തി. നാരായൺ ചൗധരിയെ ഉൾപ്പെടെയുള്ളവരെ തങ്ങളുടെ ഒപ്പം കൊണ്ടുവന്ന് അവിടെ ഭരണം പിടിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസും ഒപ്പം തന്നെ ശരത് പവാർ NCP വിഭാഗവും സമാജ്വാദി പാർട്ടിയും ഒക്കെ തന്നെ ഒരു സഖ്യമായിട്ടാണ് അവിടെ മത്സരിച്ചത്. സമാജ്വാദി പാർട്ടിയുടെ 6 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിന് സുഗമമായിട്ട് അവിടെ ഭരണത്തിലേറുകയും കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യാമായിരുന്നു. എന്നാൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഈ സമാജ്വാദി പാർട്ടി ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ പിന്തുണ പ്രഖ്യാപിക്കില്ല അല്ലെങ്കിൽ പിന്തുണ നൽകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അതാണ് അത്തരത്തിലുള്ള പ്രതിസന്ധി അവിടെ സൃഷ്ടിച്ചത്. എന്തായാലും ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് കോൺഗ്രസ് അവിടെ ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചവർക്ക് വലിയ ഒരു കനത്ത തിരിച്ചടിയാണ് ഭിവണ്ടി കോർപ്പറേഷനിലെ ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.